ദൈവാതിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഏവർക്കും ക്രിസ്തുയേശുവിൽ സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ തിരുവചന വായനാ ഭാഗം യോശുവ 16 മുതൽ 18 വരെയുള്ള അധ്യായങ്ങളാണ്. ഈ അധ്യായങ്ങൾ ഗോത്രങ്ങളുടെ അതിർത്തികളും ഭൂവിഭജനവുമായി ബന്ധപ്പെട്ട ഭൂമിശാസ്ത്രപരമായ വിവരങ്ങൾ മാത്രമായി തോന്നാമെങ്കിലും അവയുടെ ആഴത്തിൽ ദൈവത്തിൻ്റെ വിശ്വസ്തത, മനുഷ്യൻ്റെ ഉത്തരവാദിത്വം, ദൈവം വാഗ്ദാനം ചെയ്തതിനെ സ്വന്തമാക്കേണ്ടതിൻ്റെ പ്രാധാന്യം എന്നിവയെക്കുറിച്ചുള്ള ഗഹനമായ ആത്മീയ സന്ദേശങ്ങൾ അടങ്ങിയിരിക്കുന്നു. ഈ അധ്യായങ്ങൾ ഇസ്രായേൽ ഗോത്രങ്ങൾക്ക് ഭൂമി അവകാശമായി വിഭജിച്ചു നൽകിയതിനെ വിവരിക്കുന്നു. 16-ാമത്തെ അധ്യായത്തിൽ യോസേഫിൻ്റെ സന്തതികളിൽ പ്രത്യേകിച്ച് എഫ്രൈം ഗോത്രത്തിന് ലഭിച്ച അവകാശ ഭൂമിയെക്കുറിച്ച് രേഖപ്പെടുത്തുന്നു. 17-ാമത്തെ അധ്യായത്തിൽ മനശ്ശെ ഗോത്രത്തിൻ്റെ അവകാശ ഭൂമിയെക്കുറിച്ചും ദൈവം വാഗ്ദാനം ചെയ്ത അവകാശം ധൈര്യത്തോടെ ആവശ്യപ്പെട്ട സെലോഫഹാദിൻ്റെ പുത്രിമാരുടെ ശ്രദ്ധേയമായ സംഭവത്തെയും അവതരിപ്പിക്കുന്നു. 18-ാം അധ്യായം ഒരു നിർണായക വഴിത്തിരിവാണ്. 7 ഗോത്രങ്ങൾക്ക് തങ്ങൾക്ക് അനുവദിക്കപ്പെട്ട പ്രദേശങ്ങൾ ഇതുവരെ കൈവശപ്പെടുത്തിയിരുന്നില്ല. അപ്പോൾ യോശുവ ഇസ്രായേലിനെ ശീലോവിൽ ഒന്നിച്ചുകൂട്ടി. അവിടെ സമാഗമന കൂടാരം സ്ഥാപിക്കപ്പെട്ടിരുന്നു. അവർ താമസം വിനാ എഴുന്നേറ്റ് ദേശം കൈവശമാക്കണമെന്ന് യോശുവ അവരെ പ്രേരിപ്പിച്ചു. ആദ്യ നോട്ടത്തിൽ ഈ അധ്യായങ്ങൾ അതിർത്തികളുടെയും പ്രദേശങ്ങളുടെയും രേഖകൾ മാത്രമാണെന്ന് തോന്നാം. എന്നാൽ യാഥാർത്ഥ്യത്തിൽ അവ അബ്രഹാമിനോട് ദൈവം ചെയ്ത ഉടമ്പടി വിശ്വസ്തയോടെ നിറവേറ്റിയതിൻ്റെ സാക്ഷ്യമാണ്. പരാമർശിക്കപ്പെടുന്ന ഓരോ അതിർത്തിയും ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ കൃത്യവും വിശ്വസനീയവുമാണെന്നതിന് തെളിവാണ്. 100 കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ദൈവം ഈ ദേശം വാഗ്ദാനം ചെയ്തിരുന്നു. ഇപ്പോൾ ഓരോ ഗോത്രവും തങ്ങൾക്കായി നിശ്ചയിക്കപ്പെട്ട അവകാശം സ്വീകരിക്കുകയായിരുന്നു. ഇതിലൂടെ നാം മനസ്സിലാക്കുന്നത് ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ വൈകുന്നത് പോലെ തോന്നാമെങ്കിലും അവ ഒരിക്കലും മറക്കപ്പെടുന്നില്ല എന്നതാണ്. എഫ്രൈമിന് മനോഹരമായൊരു അവകാശം ലഭിച്ചു. എന്നാൽ അധ്യായത്തിൻ്റെ അവസാനത്തിൽ ഒരു ദുഃഖകരമായ പ്രസ്താവന ഇപ്രകാരം കാണുന്നു: അവർ കനാന്യരെ പുറത്താക്കിയില്ല. ഈ അപൂർണമായ അനുസരണം തലമുറകളോളം നിലനിന്ന ആത്മീയ പ്രശ്നമായി മാറി. ഇതിലെ പാഠം വ്യക്തമാണ്. ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്നത് മാത്രമല്ല, പൂർണ്ണ അനുസരണത്തിൽ നടക്കുന്നതിൻ്റെ തെളിവ്. ഇന്നും അനേക വിശ്വാസികൾ ദൈവകൃപ അനുഭവിക്കുകയും വാഗ്ദാനങ്ങൾ സ്വീകരിക്കുകയും അനുഗ്രഹങ്ങൾ ആസ്വദിക്കുകയും ചെയ്യുന്നു. എന്നാൽ ചില പാപങ്ങൾ, ദുശീലങ്ങൾ, കയ്പ്, അഹങ്കാരം, വിട്ടുവീഴ്ചകൾ എന്നിവയെ ജീവിതത്തിൽ സഹിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇന്ന് നാം വിട്ടുകൊടുക്കാൻ വിസമ്മതിക്കുന്ന കാര്യങ്ങൾ നാളെയുടെ ഏറ്റവും വലിയ ആത്മീയ പോരാട്ടങ്ങളായി മാറാം. ദൈവം നമ്മെ അനുഗ്രഹങ്ങളുടെ അവകാശികളാകുവാൻ മാത്രമല്ല, വിശുദ്ധിയിലും സമ്പൂർണ്ണ അനുസരണത്തിലും ജീവിക്കുവാനാണ് വിളിച്ചിരിക്കുന്നത്. ഈ അധ്യായത്തിലെ ശ്രദ്ധേയരായ വ്യക്തികളാണ് സെലോഫഹാദിൻ്റെ പുത്രിമാർ. പുരുഷാധിപത്യ സമൂഹത്തിൽ ജീവിച്ചിരുന്നിട്ടും അവർ യോശുവയുടെ അടുക്കൽ വന്ന് അവരുടെ അവകാശത്തെക്കുറിച്ചുള്ള ദൈവകൽപ്പന ഓർമ്മിപ്പിച്ചു. അവർ പുതിയതായി എന്തെങ്കിലും ആവശ്യപ്പെട്ടില്ല. ദൈവം ഇതിനകം വാഗ്ദാനം ചെയ്തതിനെ അവർ അവകാശപ്പെട്ടു. ഇത് വിശ്വാസത്തിൻ്റെ മനോഹരമായ ചിത്രമാണ്. വിശ്വാസം ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ സൃഷ്ടിക്കുന്നില്ല. ദൈവം നൽകിയ വാഗ്ദാനങ്ങളെ ഉറച്ചു പിടിക്കുകയാണ് വിശ്വാസം. അതുപോലെ ക്രിസ്തുവിൽ വിശ്വാസികൾക്കും അനേക ആത്മീയ വാഗ്ദാനങ്ങളുണ്ട്. പാപങ്ങളുടെ ക്ഷമ, ദൈവസാന്നിധ്യം, പാപത്തിന്മേലുള്ള ജയം, നിത്യജീവൻ, പരിശുദ്ധാത്മാവിൻ്റെ മാർഗനിർദ്ദേശം, കഷ്ടതകളിൽ ശക്തി. എന്നിരുന്നാലും അനേകം ക്രിസ്ത്യാനികൾ സ്വർഗീയ സമ്പത്തുകളുടെ അവകാശികളായിരിക്കെ ആത്മീയ ദാരിദ്ര്യത്തിൽ ജീവിക്കുന്നു. സെലോഫഹാദിൻ്റെ പുത്രിമാർ വിശ്വാസത്തോടെ ദൈവസന്നിധിയിൽ വരികയും അവൻ്റെ വാഗ്ദാനങ്ങളെ ധൈര്യത്തോടെ അവകാശമാക്കുകയും ചെയ്യുവാൻ നമ്മെ പഠിപ്പിക്കുന്നു. യോസേഫിൻ്റെ സന്തതികൾ തങ്ങൾക്ക് ലഭിച്ച പ്രദേശം മതിയാകുന്നില്ലെന്ന് പരാതിപ്പെട്ടു. അപ്പോൾ യോശുവ നൽകിയ മറുപടി വളരെ ഗഹനമായിരുന്നു. സാരാംശത്തിൽ അദ്ദേഹം പറഞ്ഞത്: നിങ്ങൾ അനേകരും ശക്തരുമാണെങ്കിൽ വനപ്രദേശങ്ങൾ വെട്ടിത്തെളിച്ച് ദേശം കീഴടക്കുക. കൂടുതൽ ഉത്തരവാദിത്വം ഏറ്റെടുക്കാതെ കൂടുതൽ അവകാശം അവർ ആഗ്രഹിച്ചു. ദൈവം നൽകിയതിനെ സ്വന്തമാക്കുവാൻ അവർ പ്രയത്നിക്കുകയും പോരാടുകയും ചെയ്യണമെന്ന് യോശുവ അവരെ വെല്ലുവിളിച്ചു. ഇത് നമ്മുടെ ആത്മീയ ജീവിതത്തെയും പ്രതിഫലിപ്പിക്കുന്നു. നാം പലപ്പോഴും കൂടുതൽ അനുഗ്രഹങ്ങളും കൂടുതൽ അഭിഷേകവും കൂടുതൽ അവസരങ്ങളും ആഗ്രഹിക്കുന്നു. എന്നാൽ പ്രാർത്ഥന, ആത്മീയ ശാസനം, ത്യാഗം, അനുസരണം എന്നിവയ്ക്ക് ആവശ്യമായ ആത്മീയ പരിശ്രമം നടത്താൻ തയ്യാറാകുന്നില്ല. ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ സൗജന്യദാനങ്ങളാണ്. എന്നാൽ അവയെ അനുഭവിച്ച് സ്വന്തമാക്കുവാൻ വിശ്വാസവും സ്ഥിരോത്സാഹവും ആവശ്യമാണ്. ഈ അധ്യായങ്ങളിലെ ഏറ്റവും ഹൃദയസ്പർശിയായ വാക്യം ഒരുപക്ഷെ യോശുവയുടെ ഈ ചോദ്യമായിരിക്കാം: ദേശം കൈവശമാക്കുവാൻ നിങ്ങൾ എത്ര കാലം വൈകും?
7 ഗോത്രങ്ങൾ വാഗ്ദാനം ലഭിച്ചിരുന്നെങ്കിലും അവർ അവകാശത്തിലേക്ക് പ്രവേശിച്ചിരുന്നില്ല. അവർ വാഗ്ദാനത്തിനും അവകാശ സ്വീകരണത്തിനും ഇടയിലുള്ള മടിയിൽ ജീവിക്കുകയായിരുന്നു. ഇത് ഏറ്റവും വലിയ ആത്മീയ അപകടങ്ങളിലൊന്നാണ്. അനേകം വിശ്വാസികൾ വാഗ്ദാനത്തിനും അതിൻ്റെ അനുഭവത്തിനും ഇടയിലുള്ള അവസ്ഥയിൽ ജീവിക്കുന്നു. ദൈവം അവരെ ആഴമുള്ള പ്രാർത്ഥനയിലേക്കും വലിയ ശുശ്രൂഷയിലേക്കും ക്ഷമയിലേക്കും ആത്മീയ പക്വതയിലേക്കും വിളിക്കുന്നു. എന്നാൽ ഭയം, സൗകര്യപ്രിയത, മടി, അനിശ്ചിതത്വം എന്നിവ കാരണം അവർ മുന്നോട്ട് പോകുന്നില്ല. ദുരന്തം ഭൂമി ലഭ്യമല്ലായിരുന്നു എന്നതല്ല, ദൈവം നൽകിയതിനെ കൈവശമാക്കുന്നതിൽ അവർ വൈകി എന്നതാണ് യഥാർത്ഥ ദുരന്തം. ഇന്നും അനേക ആത്മീയ അനുഗ്രഹങ്ങൾ അനുഭവിക്കപ്പെടാതെ കിടക്കുന്നത് ദൈവം നൽകാൻ തയ്യാറല്ലാത്തതുകൊണ്ടല്ല, മറിച്ച് അവ സ്വീകരിച്ച് അതിൽ നടക്കുവാൻ നാം മടിക്കുന്നത് കൊണ്ടാണ്. അധ്യായം 18 നമ്മോട് പറയുന്നത് സമാഗമന കൂടാരം ശീലോവിൽ സ്ഥാപിക്കപ്പെട്ടു എന്നതാണ്. ഭൂമി പൂർണ്ണമായി വിഭജിക്കപ്പെടുന്നതിന് മുമ്പ് ദൈവത്തിൻ്റെ വാസസ്ഥലം സ്ഥാപിക്കപ്പെട്ടു. ഇതൊരു മനോഹരമായ ആത്മീയ തത്വം പഠിപ്പിക്കുന്നു. നമ്മുടെ സ്വത്തുക്കൾക്കും അനുഗ്രഹങ്ങൾക്കും മുൻപായി ദൈവസാന്നിധ്യത്തിന് സ്ഥാനമുണ്ടാകണം. ഇസ്രായേലിയർക്ക് ഭൂമിയേക്കാൾ അധികം ആവശ്യമുണ്ടായിരുന്നത് അവരുടെ നടുവിലുള്ള കർത്താവിനെയായിരുന്നു. അതുപോലെ വിജയം, സമ്പത്ത്, ശുശ്രൂഷ, നേട്ടങ്ങൾ എന്നിവ ദൈവസാന്നിധ്യമില്ലെങ്കിൽ അർത്ഥശൂന്യമാണ്. നമ്മുടെ ഏറ്റവും വലിയ അവകാശം ദൈവം നൽകുന്ന കാര്യങ്ങളല്ല, ദൈവം തന്നെയാണ്. ഈ അധ്യായങ്ങൾ വിശ്വാസികളെ പല വിധത്തിൽ വെല്ലുവിളിക്കുന്നു. ഒന്നാമത്, ഭാഗികമായ അനുസരണത്തിൽ തൃപ്തരാകരുത്, വിട്ടുവീഴ്ചയുടെ എല്ലാ മേഖലകളും നീക്കിക്കളയുക. രണ്ടാമത്, സെലോഫഹാദിൻ്റെ പുത്രിമാരെ പോലെ വിശ്വാസത്തോടെ ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളെ അവകാശമാക്കുക. മൂന്നാമത്, ആത്മീയ വളർച്ച വൈകിക്കരുത്, ദൈവം ഒരുക്കിയിരിക്കുന്ന അവകാശം കൈവശമാക്കുക. നാലാമത്, ഭൂമിയിലെ അനുഗ്രഹങ്ങളെക്കാൾ ദൈവ സാന്നിധ്യത്തെ അന്വേഷിക്കുക. ക്രിസ്തീയ ജീവിതം രക്ഷിക്കപ്പെടുന്നതിൽ മാത്രം ഒതുങ്ങുന്നതല്ല, ക്രിസ്തുവിൽ ദൈവം നമുക്കായി ഒരുക്കിയിരിക്കുന്ന എല്ലാ ആത്മീയ സമ്പത്തുകളും ക്രമേണ സ്വന്തമാക്കുന്നതാണ്. ദൈവം നീക്കിക്കളയുവാൻ വിളിക്കുന്ന ഏതെങ്കിലും ആത്മീയ വിട്ടുവീഴ്ചകളെ ഞാൻ ഇപ്പോഴും സഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ? ഭയം, സൗകര്യം അല്ലെങ്കിൽ ആത്മീയ മടി എന്നിവ കാരണം ദൈവം എനിക്കായി ഒരുക്കിയിരിക്കുന്ന ഏതെങ്കിലും അവകാശത്തെ ഞാൻ വൈകിപ്പിക്കുകയാണോ? ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.